സ്കൂളിലുള്ള എല്ലാ കുട്ടികളും പരിശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും 50 പേരുണ്ട് 50 പേർ, അല്ലെങ്കിൽ 100 പേരുണ്ട് 100 പേർക്കും ഡിസ്റ്റിങ്ഷൻ വാങ്ങിക്കും. റാങ്ക് വാങ്ങിക്കാൻ ഒരു കുട്ടിക്ക് കഴിയത്തുള്ളൂ, പക്ഷേ ഡിസ്റ്റിങ്ഷൻ വാങ്ങിക്കാൻ എല്ലാ കുട്ടികൾക്കും സാധിക്കും. ഇപ്പൊ നമ്മൾ ഈ പഠിത്തത്തിന്റെ കാര്യം പറയുമ്പോൾ പണ്ട് കാലത്ത് അധ്യാപകർ പറഞ്ഞു കൊടുക്കാറുണ്ടോ എന്നിട്ടുകൂടാ, നമ്മള് റാങ്കിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്റ്റിങ്ഷൻ കിട്ടിയെന്ന് പോലെ. ഡിസ്റ്റിങ്ഷന് വേണ്ടി പരിശ്രമിച്ചാൽ ക്ലാസ് കിട്ടും. ക്ലാസ്സിന് വേണ്ടി പരിശ്രമിച്ചാൽ ജയിക്കും. ജയിച്ചാൽ മതിയെന്ന് വിചാരിച്ച് പരിശ്രമിച്ചാൽ പലപ്പോഴും തോറ്റുന്നു. അപ്പൊ കുട്ടികൾക്ക് എനിക്ക് നൽകാനുള്ള ഉദ്ദേശം, നിങ്ങളുടെ ജീവിതത്തിലെ ആത്യന്തികമായ ലക്ഷ്യം ഒരു കളക്ടർ ആവുകയോ പ്രസിഡന്റ് ആവുകയോ ഡോക്ടർ ആവുകയോ എന്നുള്ളതായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. മനസ്സിലായോ? നിങ്ങളുടെ മുൻ തലമുറ, ഒരു തലമുറ എന്ന് പറയുന്നത് നമ്മൾ എത്ര വർഷം? ഒരു തലമുറ എന്ന് പറയുന്നത് എത്ര വർഷമാണ്? എനിക്ക് അടുത്ത തലമുറ ജനിക്കണമെങ്കിൽ സാറിന് അതിലൊരു 25 വർഷം എടുക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ അടുത്ത തലമുറ വേണമെങ്കിൽ 25 വയസ്സൊക്കെ വേണം. 25 വയസ്സിനാണ് നമ്മൾ ഒരു തലമുറ എന്ന് പറയുന്നത്. 25 വയസ്സ്, 50 വയസ്സാകുമ്പോൾ അടുത്ത തലമുറ. അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ മാതാവ് അല്ലെങ്കിൽ പിതാവ് കാര്യമായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിച്ച ആളായിരിക്കത്തില്ല, കാര്യമായിട്ടുള്ള ജോലിയുള്ള ഒരാളായിരിക്കത്തില്ല, കാര്യമായിട്ടുള്ള വരുമാനമുള്ള ഒരാളായിരിക്കത്തില്ല. നിങ്ങളുടെ ജീവിത സൗകര്യം, മാതാപിതാക്കളുടെ ജീവിത സൗകര്യം പരിതാപകരമായ നിലയിൽ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മാതാവ് അല്ലെ പിതാവിനേക്കാൾ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നേടാൻ നിങ്ങൾ പരിശ്രമിക്കണം. നിങ്ങളുടെ ഫാദർ ഒരുപക്ഷെ SLC-കാരനായിരിക്കാം, അമ്മ പ്രീ-ഡിഗ്രിക്കാരായിരിക്കാം. കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ മിക്കപ്പോഴും സാധാരണ യുവാക്കളൊക്കെ SLC-യും ആൺകുട്ടികളൊക്കെ SLC-യും പെൺകുട്ടികളൊക്കെ പ്രീ-ഡിഗ്രിക്കാർ വരും. പണ്ട് കാലത്ത് വ്യത്യാസമൊന്നും എനിക്കറിഞ്ഞില്ല, ഞങ്ങളുടെയൊക്കെ കാലത്ത് അങ്ങനെ. ഒരുപക്ഷെ നിങ്ങളുടെ അച്ഛനും അമ്മയും പ്രീ-ഡിഗ്രിക്കാരാണെങ്കിൽ നിങ്ങൾ അതിനേക്കാൾ ഉയർന്ന രീതിയിൽ പോകണം. അവർക്ക് ചിലപ്പോൾ ജോലി ഉണ്ടായിരിക്കത്തില്ല, അല്ലെങ്കിൽ തുച്ഛമായ വരുമാനം കിട്ടുന്ന ജോലിയായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു തൊഴിൽ സമ്പാദിക്കാൻ സാധിക്കും. നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ മെച്ചപ്പെട്ട വരുമാനം നേടാൻ സാധിക്കും. അവരെക്കാൾ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളോടുകൂടി ജീവിക്കാൻ സാധിക്കും. ഇതല്ലേ വേണ്ടത്? എല്ലാ കുട്ടികളുടെയും ആത്യന്തികമായ ലക്ഷ്യം അതായിരിക്കും. നമ്മളുടെ അയൽവക്കത്തുള്ള കുട്ടിയെ തോൽപ്പിക്കുക എന്നുള്ളതായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. നമ്മളുടെ മാതാപിതാവിനേക്കാൾ മെച്ചപ്പെട്ട ഒരു നേഴ്സിന്റെ മകനാണെങ്കിൽ അല്ലെങ്കിൽ മകളാണെങ്കിൽ അവളുടെ ഉദ്ദേശം ഡോക്ടർ ആവുക എന്നുള്ളതായിരിക്കണം. പറയാൻ മനസ്സിലാകുന്നുണ്ടോ കുട്ടികൾക്ക്? അല്ലാതെ നിങ്ങൾ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ആകുക എന്നുള്ളതല്ല. അതൊക്കെ ആവുകയാണെങ്കിൽ നല്ലത്, നടന്നോട്ടെ. പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം, ആത്യന്തികമായ ലക്ഷ്യം നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ കൂടിയ അറിവ് സമ്പാദിക്കുക, മെച്ചപ്പെട്ട ജോലി സമ്പാദിക്കുക, മെച്ചപ്പെട്ട വരുമാനം നേടുക, മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളോടെ ജീവിക്കാൻ സാധിക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 10, 20, 22, 23, 24 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു തൊഴിൽ നേടിക്കഴിഞ്ഞിട്ട് വിവാഹിതരാക്കണം. വിവാഹിതരായി കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവണം. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെക്കാൾ മെച്ചപ്പെട്ട നിലയിൽ പോകും. മനസ്സിലാവുന്നുണ്ടോ നമുക്ക് പറയുന്നത്? അപ്പൊ ആദ്യത്തെ ലക്ഷ്യം നിങ്ങളെക്കാൾ മെച്ചപ്പെട്ട നിലയിൽ നിങ്ങൾ ജീവിക്കണം. ആ രീതിയിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത തലമുറ നിങ്ങളെ തോൽപ്പിക്കുന്ന തലമുറയായിരിക്കണം. പണ്ട് കാലത്ത് നമ്മുടെ കാരണന്മാരൊക്കെ പറയും അച്ഛനെ കൊല്ലണം എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? അടിച്ചാൽ നുള്ളണം. എന്താണ് അടിച്ചാൽ നുള്ളണം എന്ന് പറയുന്നത്? ഇപ്പൊ ഈ അടിയൊന്നും ആർക്കും അറിഞ്ഞുണ്ടായി. വടിയെടുത്തുള്ള അടി എല്ലാം മിറ്റം അടിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ചൂല്, കുറ്റിച്ചൂല് കൊണ്ട് മിറ്റം തുറക്കുന്നു.
അടിക്കുമ്പോൾ നുള്ളണം എന്ന് പറഞ്ഞാല് മുറ്റമടിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് കാടുണ്ടെങ്കിൽ ആ കാട് നോക്കണം. അതുപോലെയാണ് അച്ഛനെ കൊല്ലണം. എന്താണ് അച്ഛനെ കൊല്ലണം എന്ന് പറഞ്ഞത്?